ഇസ്രായേലിന്, ലോക ജനതയ്ക്ക്, മാനവ കുലത്തിന് അധിപതിയായിരിക്കേണ്ടവൻ ഉത്ഭവിച്ചു വരുന്ന സ്ഥലമാണ് ബേത്ലഹേം. ഹല്ലേലൂയ. യേശു ബേത്ലഹേമിൽ ജനിക്കുമെന്നുള്ളത് മീഖ പ്രവചിച്ച പ്രവചനമാണ്. യേശുവിന്റെ ജനനം പ്രവചനങ്ങളുടെ നിവർത്തീകരണമാണ്. യേശുവിന്റെ ജീവിതം പ്രവചനങ്ങളുടെ നിവർത്തീകരണമാണ്. യേശുവിന്റെ മരണം പ്രവചനങ്ങളുടെ നിവർത്തീകരണമാണ്. യേശുവിന്റെ അടക്കം എല്ലാം ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അടക്കം എന്റെ പരിശുദ്ധനെ ഞാൻ ദ്രവത്വം കാണുവാൻ സമ്മതിക്കത്തില്ല എന്നൊരു പ്രൊഫസി, പ്രവചനം യേശുവിനെ കുറിച്ചുണ്ടായിരുന്നു. പ്രവാചകന്മാർ പ്രവചിച്ചതാണ്. അവന്റെ അടക്കം സമ്പന്നന്മാരോടുകൂടെ ആയിരുന്നു എന്നൊരു പ്രവചനം യേശുവിനെ കുറിച്ചുണ്ടായിരുന്നു. കുറുനരികൾക്ക് കുഴിയും പറവകൾക്ക് ആകാശവും ഈ ഭൂമിയിലുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കുവാൻ ഇടമില്ല എന്ന് പറഞ്ഞ കർത്താവായ യേശു മശിഹായെ അടക്കിയത് എവിടെയാണെന്നറിയാവോ? ഒരു മിനിസ്റ്ററിന്റെ, ഒരു മന്ത്രിയുടെ, അന്നത്തെ കാലത്തെ ക്യാബിനറ്റ് പദവിയുള്ള ഒരു മന്ത്രിയുടെ, ആരെയും വെച്ചിട്ടില്ലാത്ത പൂന്തോട്ടത്തിനകത്തുള്ള, ഗാർഡനകത്തുള്ള അരുമത്യയിലെ മന്ത്രിയായ ജോസഫിന്റെ കല്ലറയിലാണ് യേശുവിനെ അടക്കിയത്. കാരണം അവിടെ അല്ലാതെ വേറെ എങ്ങും അടക്കാൻ പറ്റുകയില്ല. കാരണം പ്രവചനം കിടക്കുകയാണ്, അവനെ അടക്കിയത് സമ്പന്നന്മാരോടുകൂടെ ആയിരുന്നെന്ന്. 2, ആ കല്ലറയ്ക്കുള്ള പ്രത്യേകത, അത് മണ്ണിൽ വെട്ടിയ കല്ലറയല്ലായിരുന്നു, അത് കല്ലിനകത്ത് വെട്ടിയ കല്ലറയിലായിരുന്നു. മൺതരികൾ ആ കല്ലറയിൽ ഇല്ലായിരുന്നു. കാരണം എന്റെ പരിശുദ്ധനെ ഞാൻ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയില്ല. ഏതെങ്കിലും ഒരു വാഗ്ദത്തം നിന്റെ മേളിൽ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു പ്രോമിസ് നിന്റെ മേലുണ്ടെങ്കിൽ, കാലങ്ങൾ എത്ര പിന്നിട്ടാലും, കാലഘട്ടങ്ങൾ എത്ര മാറിത്തിരിഞ്ഞാലും, പറഞ്ഞ വാക്കുകൾ ദൈവം മാറ്റി പറയത്തില്ല. ആ വാഗ്ദത്തങ്ങളെ അവൻ നിവർത്തിക്കും എന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇങ്ങനെ ജനന, ജീവിത, മരണ, പുനരുത്ഥാനം മുഴുവൻ പ്രവചനങ്ങളാണ്, പ്രവചനങ്ങളുടെ നിവർത്തീകരണമാണ്. അപ്പൊ ഞാൻ ചിന്തിച്ചു വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് യഹോവയാൽ സംഭവിച്ചിരിക്കുന്നു. മനുഷ്യന്റെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്ന കർത്താവേ, അങ്ങനെയാണെങ്കിൽ യേശു കർത്താവിന്റെ എൻറ്റയർ ദ ലൈഫ് ഈ ഭൂമിയിൽ തിരസ്കരണങ്ങൾ, തള്ളപ്പെടലുകളായിരുന്നല്ലോ. അപ്പോഴാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ വചനത്തിലൂടെ എന്നെ അറിയിച്ചത്, മോനെ, നിങ്ങളൊക്കെ ജനിച്ചതിന് ശേഷമല്ലേ, ഈ ഭൂമിയിൽ പലരും ജനിച്ച് പ്രായവും പക്വതയായതിനു ശേഷമല്ലേ അവർക്ക് എന്നെ ഇഷ്ടമല്ലെന്നും ഇവർക്ക് എന്നെ ഇഷ്ടമല്ലെന്നും അവരെന്നെ തള്ളിയെന്നും ഇവരെന്നെ ഒറ്റപ്പെടുത്തിയെന്നും ഒക്കെ മനസ്സിലായത്. പക്ഷെ എന്റെ പുത്രനില്ലേ, എന്റെ മകൻ, എന്റെ ഏകജാതനായ മകൻ, മറിയത്തിന്റെ ഉദരത്തിന്റെ പരിമിതികളിൽ തുടങ്ങിയതാണ് അവനോടുള്ള തിരസ്കരണങ്ങൾ. വേദപുസ്തകത്തിൽ ലൂക്കോസ് 2:7 പറയുന്നു, വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ, വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ. ബാക്കി എല്ലാവർക്കും വഴിയമ്പലത്തിൽ ഇടമുണ്ട്. എന്താണ് ഈ വഴിയമ്പലത്തിന്റെ ചരിത്രം? ഈ ജോസഫിന്റെ നാടാണ് ബേത്ലഹേം. ആരുടെ നാടാ? ജോസഫിന്റെ നാടാണ്. പക്ഷേ ജോസഫിന്റെ ഇപ്പോഴത്തെ ഭവനവും അന്നത്തെ ഭവനവും ഇപ്പോഴും ഉണ്ട്. ആ വീട് ആർക്കിയോളജിക്കൽ സൈറ്റാണ്, അവരവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ജോസഫിന്റെ അന്നത്തെ ആ ഭവനവും ജോസഫിന്റെ കാർപ്പന്റർ ഷോപ്പ്, തടിപ്പണിക്കാരനായിരുന്നു. ആ പണിശാലകളെല്ലാം നസ്രയത്തിലായിരുന്നു. ഈ നസ്രയത്തിൽ നിന്ന് 80 മൈൽ ദൂരമുണ്ട് ബേത്ലഹേമിലേക്ക്. അപ്പോൾ ഈ യാത്രയിൽ, ഈ 80 മൈലുള്ള ഈ യാത്രയിൽ, 80 മൈൽ എന്ന് പറഞ്ഞാൽ 128 കിലോമീറ്റർ ഉണ്ട്. 128 കിലോമീറ്റർ നസ്രയത്തിൽ നിന്ന് ബേത്ലഹേമിലേക്ക്.